പറ ജോണേ. സ്ട്രോങ് ആയിട്ട് പറയടി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ വണ്ടീനെ ഒന്ന് കഴുകാണ്ട് കൂടി രണ്ട് പാടുവോന്നുകൂടി. ഇത് കണ്ടോ, മാങ്ങ കറുകണ, മാവിന്റെ കറുകണാണോ നോക്കി, രണ്ട് പാട്. ഇത് നമ്മുടെ പുതിയ വണ്ടി ഉണ്ടോ, വൈഡ് ലോക്സ് ഒക്കെ കാണാറുള്ളവർ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഇപ്പോൾ മേടിച്ചിട്ട് ഇപ്പോൾ 1.5 മാസം കഴിഞ്ഞു. നല്ല വണ്ടിയാണ്, സൂപ്പർ വണ്ടിയാണ്. ഇത്രയും 1.5 മാസത്തെ യൂസേജിൽ അടിപൊളിയാണ്. ലൈറ്റ് മാത്രം എനിക്ക് ഇഷ്ടമായില്ല. ലൈറ്റ് LED ലൈറ്റ് പ്രകാശം കൂടുതൽ കിട്ടില്ലെന്ന് വെച്ചിട്ടുണ്ട് LED വെച്ചത്. അപ്പോൾ LED ഒരു നമുക്ക് മറ്റേ ലൈറ്റിൻ്റെ ഹാലജൻ ബൾബിൻ്റെ ഒരു പ്രകാശമൊന്നും കിട്ടണില്ല. അത് മാത്രം ഒരു നെഗറ്റീവ് പറയാനുള്ളത്. അത് കുറേ താത്തിയും പൊന്തിച്ചൊക്കെ വെച്ചാണ് ഏകദേശം ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാക്കി എടുത്തത്. അല്ലെങ്കിൽ ആകാശത്തേക്കായിരുന്നു, അത് പിന്നെ താത്തി അടിയിലേക്ക് ആക്കി. ഒരു സെറ്റപ്പിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് റോഡ് കഷ്ടി മുഷ്ടി. ഓപ്പോസിറ്റോളം ബ്രൈറ്റ് അടിച്ച് വന്നാൽ ഒന്നും കാണില്ല. ഹോണ്ട ആക്റ്റീവ 125cc 1,19,500 രൂപ വില ഉണ്ട്. കളറ് ഫുൾ വൈറ്റ് ആണ് നോക്കിയത്, വരണില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെയാ വരണേന്ന്. ഫുൾ വൈറ്റ് കിട്ടിയില്ല. അപ്പൊ ഞങ്ങള് കോഴിയുടെ അടുത്തേക്ക് പോകാൻ പോവാണ്, കോഴിക്കും പട്ടിക്കൊക്കെ. അപ്പൊ ഇന്നലെ മിടുവാണ് കോഴിക്കൊക്കെ തീറ്റ കൊടുത്തത്. നമുക്ക് കോഴിക്ക് തീറ്റ കൊടുക്കാനൊക്കെ ഭയങ്കര ഒരു ഭയമാണ്. അപ്പൊ ഇന്നലെ ഇവിടെ കൊണ്ട് കൊടുപ്പിച്ചു. അപ്പൊ ഇന്ന് ഞാൻ തന്നെ കൊടുക്കണേ, വേണ്ടായിരുന്നു. കൊടുക്ക്, എനിക്ക് വേണമെങ്കിൽ പുറത്തുള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോ നിനക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെയൊക്കെയല്ലേ നമുക്ക് ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് കിട്ടേണ്ടത്. ട്രൈ ചെയ്യാം. ഇതിൻ്റെ മൈലേജ് ഒരു 40 ഒക്കെ കിട്ടണമെന്ന് തോന്നണം. ഇതിൻ്റെ മീറ്ററിൽ 44 ആവറേജ് മൈലേജൊക്കെ കാണിക്കുന്നുണ്ട്, 44-45 ഒരു 35-40 ഒക്കെ കിട്ടണ്ടാവുമായിരിക്കും. അത്രയ്ക്കേ ഉള്ളൂ. കുറേ ആൾക്കാരൊക്കെ ഭയങ്കര മൈലേജൊക്കെ പറഞ്ഞു കേട്ടു, 50 കിട്ടും എന്നൊക്കെ. ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഓടിക്കുന്നതിൻ്റെ പ്രശ്നമായിരിക്കാം. നമ്മളങ്ങനെ ലോങ് ഡ്രൈവ് ഒന്നുമില്ലല്ലോ. ലോങ് ഡ്രൈവ് ചെയ്യാൻ പോയി പെരുമ്പാവൂർ പോയി എന്നിട്ടും അതൊക്കെ തന്നെ കാണിക്കണുള്ളൂ. വേറെ എക്സ്ട്രാ കൂടുതലൊന്നും എനിക്ക് തോന്നുന്നില്ല. 125cc ആയതുകൊണ്ടായിരിക്കും. പക്ഷെ നല്ല സുഖമാണ് ഇരുന്ന് പോകാനായിട്ട്. പെരുമ്പാവൂർ വരെയൊക്കെ ഇതും കൊണ്ട് പോയപ്പോൾ കൈയൊക്കെ ഈ ചെറുതായിട്ട് വേനൊക്കെ തോന്നി, വൈബ്രേറ്റ് ചെയ്തിട്ട്. മെയിൻ റബ്ബറൈസർ റോഡിൽ കൂടെ പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അല്ലാത്ത റോഡിൽ കൂടെ പോകുമ്പോൾ കൈക്കൊക്കെ ഗ്ലൗസ് ഒക്കെ ഇട്ട് പോകേണ്ടി വരും. ഇവിടെ എന്തോ പറഞ്ഞൂടി, തീറ്റൊക്കെ കൊണ്ടുപോയിട്ടായിരിക്കും ബക്കറ്റ്, അറിയില്ല. അപ്പൊ എന്നെ വിളിക്കണ വെച്ച് ഇവന് വെള്ളം കണ്ടിട്ടുണ്ടെങ്കിലോ അതിൽ ചവിട്ടാണ്ട്. ഇല്ല ഞാൻ തുടച്ചോളാം കേട്ടോ. എല്ലാവരുടെയും തുടയ്ക്കണം, എല്ലാവരുടെയും വെള്ളമായി ഉണ്ടല്ലോ. ബാ അല്ല നമുക്ക് വീട്ടിൽ ചെന്നിട്ട് തുടയ്ക്കാം. കുറച്ച് വെള്ളം ഇവിടെ നിന്നാണ്ട് പോകുമ്പോൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ കട്ടറൊക്കെ ചാടുമ്പോൾ പോയിക്കോളും. ബാ ഇവിടെ നീ തന്നെ പിടിച്ചോ. ഇത് പട്ടികൾക്കും കോഴികൾക്കുള്ള തീറ്റ നമ്മൾ ബക്കറ്റിലാക്കി ഇവിടുന്ന് കൊണ്ടുവന്നതാ. പട്ടികൾക്ക് കുറച്ച് ദിവസമായിട്ട് ബിസ്ക്കറ്റ് കൊടുത്തിട്ട് ഈ ദിവസങ്ങളായിട്ട് വീണ്ടും മേടിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കനയം ക്രീക്ക് തന്നെയാണ് സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇടയ്ക്കൊരു വ്യത്യാസം വേണമല്ലോ. അവിടെ എന്ത് തുടക്കിയാടി ആ തുണി ബക്കറ്റിൻ്റെ മുകളിൽ വെച്ചേക്ക്. വണ്ടിയുടെ അടി കഴുകിയപ്പോൾ ഒന്ന് എവിടെയോ സ്ഥലത്ത് ബ്ലേഡ് പോലൊരു ഏരിയ ഉണ്ട് ഷാർപ്പായിട്ട്. ഇതിവിടെ അതിവിടെ ഒന്ന് ഇങ്ങനെ ഉരച്ചതാ ഉള്ളിൽ. തൊലി പൊളിഞ്ഞ എനിക്ക് വേനെടുത്തു, പക്ഷെ ചോര ചെറുതായിട്ട് പൊടിയുണ്ട്. വാ
ഇവൻ പതുക്കനെ കല്ല് വെള്ളത്തിൽ ഇട്ടിട്ട് അവൻ വെള്ളത്തിൽ ചാടും കേട്ടോ. ഇവിടെ കഴുകിയില്ലായിരുന്നു. അപ്പോൾ നീ തുടച്ച തുണിമേത്ത അഴുക്കായിരിക്കണം. അപ്പം അങ്ങനെ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ വണ്ടീനെ കുറിച്ച് പറഞ്ഞപ്പോൾ 2 കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. ഒന്ന്, ഇവിടെ ഫ്രണ്ടിൽ പലരും പറഞ്ഞിട്ടുണ്ട് ഗ്യാസും കുറ്റി വയ്ക്കാൻ പറ്റുമെന്നൊക്കെ. ഗ്യാസും കുറ്റിയൊന്നും ഇവിടെ കയറില്ല കേട്ടോ. ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ ഗ്യാസും കുറ്റിയൊന്നും വയ്ക്കാൻ പറ്റില്ല. അതേപോലെ ഇൻഡിക്കേറ്ററിന് സൗണ്ടില്ല. നമുക്ക് ഈ പുതിയ വണ്ടികളൊന്നും വരുമ്പോൾ ഇൻഡിക്കേറ്ററിന് സൗണ്ട് അവർ കമ്പനി വെക്കണില്ല. അപ്പോൾ നമ്മളന്ന് കുറേ അവരോട് വെച്ച് തരുമെന്ന് വെച്ചാൽ അവരോട് വെച്ച് തരാൻ പറ്റില്ല, കമ്പനി അത് അലൗഡ് ചെയ്യണില്ല അങ്ങനെ ഇൻഡിക്കേറ്റർ വെക്കാനായിട്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ പലരും വഴി കൂടെ ഒക്കെ പോകുമ്പോൾ വെറുതെ റോങ് ഇൻഡിക്കേറ്റർ ഓൺ ആക്കിയിട്ട് പോകണതാണ്. അതായത് ലെഫ്റ്റിലേക്ക് ഇരുന്നിട്ട് റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് പോയിന്റ് ആണ്. അത് എന്തുകൊണ്ടാണ് കമ്പനികൾ അങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. അതൊരു ഇതിൻ്റെ ഒരു പോരായ്മയാണ്. ഇൻഡിക്കേറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ വാറണ്ടി കട്ടാവുമെന്ന് പറയണം. ഞാൻ വാറണ്ടി കട്ടായാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്തിട്ട് അവരെ കൊണ്ട് ഫസ്റ്റ് സർവീസിന് പോയപ്പോൾ ഇതിന് ഇൻഡിക്കേറ്ററിന് സൗണ്ട് വെപ്പിച്ചു കേട്ടോ. ഇപ്പോൾ ഇൻഡിക്കേറ്ററിന് സൗണ്ട് ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ വാറണ്ടി കട്ടായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മളവിടെ എഴുതി സൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് അവർ വെച്ച് തന്നത്. വേറെ അങ്ങനെ ഒന്നുമില്ല. ഇതൊക്കെയാണ് വണ്ടീനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്കിനി കോഴികൾക്കും പട്ടികൾക്കും തീറ്റ കൊടുക്കണം. ഇവിടുത്തെ സൈഡിലെ പുല്ല് ഞാൻ കട്ട് ചെയ്തു. ഈ സൈഡിലെ പുല്ല് ഞാൻ കട്ട് ചെയ്ത് റെഡി ആക്കിയേക്കുന്നതാണ്. പക്ഷേ വീണ്ടും ഇതേ മുളച്ചിത്രമായി. ഇപ്പുറത്തെ സൈഡിൽ കട്ട് ചെയ്യാൻ നേരം കിട്ടിയില്ല. അപ്പം ഞാൻ ആദ്യം കൂടി എല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്യണം. അവനെ ഞാൻ പിടിക്കാം. നീ ബക്കറ്റ് എടുത്തോ. ബാ അമ്മേ കോഴി പാപ്പയ്ക്ക് തീറ്റ കൊടുക്കും. അതായത് നമ്മള് എല്ലാ കാര്യങ്ങളും ചെറുതായിട്ട് എല്ലാവരും ഇൻവോൾവ് ചെയ്ത് പോയില്ലെങ്കിലേ എപ്പോഴെങ്കിലും നമുക്കൊന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം വന്നാൽ അവരോടൊക്കെ പട്ടിണിയാവില്ലേ? എന്താടാ പൂവന്മാരെ മാറ്റിയിട്ടില്ലേ? പൂവന്മാരെ മാറ്റിയിടണം. അമ്മയാണ് പാപ്പം കൊടുക്കണേ. പറ ജോണേ. സ്ട്രോങ് ആയിട്ട് പറയടി. നീ സ്ട്രോങ് ആയിട്ട് പറയണ്ട. നീ സ്ട്രോങ് ആയിട്ട് കൊണ്ട് പറഞ്ഞേ. ഉറക്കനെ ഷൗട്ടേ. ഗ്രേസിനോടെ കൊച്ചിരിക്കണമല്ലോ നീ. അമ്മയ്ക്ക് പട്ടീനെ കൂട്ടി കയറ്റാൻ പറ്റണല്ലേന്ന്. ഇല്ല ഞാൻ മാറിന്നോളാം. അവിടെ തവളയുണ്ടോ? ജോൺ കുടിയേറ. അതാ പറയണ സൗണ്ടിന്റെ വ്യത്യാസം അടി. നീ സ്ട്രോങ് അല്ലാണ്ട് പറഞ്ഞോണ്ടാ. എടാ നീ അവിടെ പറ കൂട്ടിക്കേറാൻ. ജോൺ കൂട്ടിക്കേറ്. നീ കൂട്ടിക്കേറി വാലടക്കി ചെല്ല്. കൂട്ടിക്കേറാൻ പറ നീ, അല്ലെങ്കിൽ ഇറങ്ങിപ്പോരാൻ. അമ്മ പട്ടിയുടെ കൂടെ അടക്കട്ടെ. കുടിക്ക. അങ്ങനെ ഭയങ്കര വിദഗ്ധമായി വിടുപട്ടീനെ കൂട്ടി കയറ്റി. എന്തി അമ്മേ. അപ്പൊ ആമീനി കോഴിയുടെ തീറ്റ കൊടുക്കും ഫസ്റ്റ്. ബാ നമുക്ക് പോയി പേരെ അടുത്തേക്ക് പോവാം. ഞങ്ങൾ മനുണ്ട്, പോയിക്കോ. ചെരുപ്പ് ഊരി പോയാൽ അവരുടെ മേത്ത് ചവിട്ട് കിട്ടാണ്ട് അവർ രക്ഷപ്പെടും. ഒന്നും മിണ്ടാണ്ട് കൂടാ. എന്നിട്ട് കാണിക്കുന്നേ
അവരവിടെ തിന്ന് തീർക്കണേക്കാൻ കൂടെ പോയി ഉള്ളിൽ തീറ്റ നിറക്കി, അല്ലെങ്കിൽ അവരൊക്കെ കൂടി അങ്ങോട്ട് വരും. കാക്കയല്ല, കോഴി. കോഴിയുടെ പാപ്പ എടുക്കാൻ കയറിയേക്കണ കൂടിന്റെ ഉള്ളില്. അമ്മേ കോഴികൾക്ക് പാപ്പ കൊടുക്കണം. കോഴികളുടെ പാപ്പ എടുക്കണം അമ്മ. കോഴി എംപിയാവണ്ടാ? എംബി അവരുടെ സന്തോഷല്ലേ ഭക്ഷണം കിട്ടുമ്പോ. ദൂരേക്ക് അങ്ങോട്ട് ഇവിടെ വാതിക്കിടല്ലേ, അവിടെ അപ്പുറത്തേക്ക് ഇട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമുണ്ടോ ഇവർക്കൊക്കെ ഈ തീറ്റ കൊടുക്കാൻ വരുന്നത് തന്നെ നമുക്കൊരു മനസ്സിനൊരു സന്തോഷമാണ്. എല്ലാരും കൊടുക്ക. മണി പറക്കി കൊടുക്ക. അങ്ങനെ എല്ലാരും കൊടുക്കിട്ട്. ഒന്ന് രണ്ട് പേര് പുറത്തുണ്ട് കേട്ടോ. ഈ പേജിക്കൂടെ കയറിപ്പോ നിൽക്കണേ. ഇതിന്റെ മുകളിൽ മരത്തുമ്പൊക്കെ കയറിയിട്ട് അങ്ങനെ ഗ്യാപ്പിക്കൂടെ കയറി ചാടണം തോന്നണം. നോർമൽ പട്ടിക്കൂടിന്റെ ഉള്ളിൽ കൂടെ ഒന്ന് ചാടാറ്. പട്ടിക്കൂടിന്റെ അവിടെ പച്ച നെറ്റ് വെച്ച് അടച്ചു. മോനെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് കൂടുതലിട്ട് കൊടുക്ക്. അമ്മ കൊടുക്കാം. പൊടിയാക്കണ്ട. അല്ല നീ എന്തായാലും ഇട്ടോണ്ടിരിക്കുന്നതാണോ? ഇങ്ങനെ ഇട്ട എന്റെ ഒരു സംശയം ചോദിക്കട്ടെ, ഇങ്ങനെ തീറ്റിട്ട് ഒരു കല്ലൊക്കെ തിന്നില്ലേ? കോഴിക്ക് തിന്നാറിയില്ലല്ലോ. ഇവിടെ ഞാൻ മാവിന്റെ കടക്ക് ഇട്ട് കൊടുക്കല പറയുന്നത്. മാവിന്റെ കടക്ക് ഇടുമ്പോ അവരാ തീറ്റയ്ക്ക് വേണ്ടി അവിടെ തെരഞ്ഞ് മാവിന്റെ കടക്കലത്തെ മണ്ണൊക്കെ കളയണ്. അതല്ലേ എന്നോട് ഞാൻ പറഞ്ഞ അവിടേക്ക് ഇട്ട് കൊടുക്കാൻ, ആ സൈഡിലേക്ക്. കൊഴപ്പൊന്നുമില്ല. ഇനി ആ കൂടിന്റെ ഉള്ളിൽ കിടക്കണ കുഞ്ഞുങ്ങൾക്ക് അവിടെ സ്റ്റാർട്ടർ തീറ്റയൊക്കെ ഉണ്ട്. അതൊന്ന് എടുത്ത് കൊടുക്ക്. ഒന്ന് എടുത്തിട്ട് വാ. അപ്പുറത്തെ ബക്കറ്റില്. താഴ്ത്തിറങ്ങിയ താഴ്ത്തേക്ക് കൊത്തോ ചേട്ടൻ? അവനാദ്യമായിട്ടാണ് താഴ്ത്തിറങ്ങിയേ. അവൻ താഴെ ഇറങ്ങി മറ്റവരുടെ കൂടെ തിന്നണ്. ദേ കൊത്തണ ചേട്ടാ. കൊത്ത് കിട്ടണമെങ്കിൽ നീ ഇങ്ങോട്ട് വാ. എന്റെ പൊന്നെ, നീയാണ് ചാടിപ്പോയല്ലേ സ്റ്റീവേ? പിന്നെ നോക്കിയേ, ഇഷ്ടായാ? ഇങ്ങനെ വരലോണ്ടല്ലോ, രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ കാലോട്ടേക്ക് കണ്ണിനും കുത്തല്ലേ? എന്തേ അവിടെ എവിടെ വെക്കണം? അമ്മേന്റെ അടുത്ത് കൊണ്ടാക്കാൻ പറ ബബയുടെ.
ഹലോ ഹലോ സുഖാണെന്നൊക്കെ ചോദിക്കി. ഏ സന്തോഷായി. നീ അമ്മേടെ അടുത്ത് പോയിക്കോട്ടോ. എടി ഒരു കോഴി കൂടി ഉണ്ട് അപ്പുറത്ത്. ഇവന്റെ കാലുമ ഞാൻ കയറി ചവിട്ടിയതാണ്ടോ. എൻ്റെ കാലിതേ ശരിയായിട്ട് വന്നുള്ളൂ. കാലുമ ഇതേപോലെ ചെരുപ്പിട്ട് കിടന്നാണ്. ചെരുപ്പിട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ കൂട്ടത്തിൽ കൂടെ കയറിപ്പോൾ ചവിട്ടിയതാ. ചവിട്ടാൻ മീൻസ് അറിയാണ്ട് ചവിട്ടിയാണ്. അപ്പോൾ അതിൻ്റെ കാലിനെന്തോ ഭയങ്കര ഇത് വന്നത് നടക്കാണ്ടൊക്കെ കിടക്കായിരുന്നു. ഇപ്പോൾ അതേ പതുക്കനാൾ നടന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത്തിരി വലിപ്പില്ലാണ്ട് കാണുന്നതൊക്കെ 60 കോഴി ഉണ്ടോ. ചെറിയ കോഴികൾ, മറ്റേ കോഴികളുടെ സൈസ് തന്നെയുള്ള കോഴികളാണ്. അല്ല, പ്രായമുള്ള കോഴികൾ തന്നെയാണ്. അവരത്രേ വലുതാവുള്ളൂ. ആ സൈസായി മുട്ടയിടുമ്പോൾ അവർ ആ വലുപ്പം തന്നെയായിരിക്കും. അങ്ങനെ കുറേ കോഴികളുണ്ട് ഇതിൽ. കൊടുക്ക്. ആ എടുത്തോ, ഞാൻ വേണം പിടിക്കാം. ഈ സാധനമൊക്കെ ഏത് ഇനാണെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളൂ. ഇത് തലശ്ശേരി നാടൻ തന്നെയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? ഇത് വേറൊരു ഷേപ്പാണ്. ഇവൻ്റെ ഇത്ര എനർജി എവിടെ നിന്നാവോ? ഫുൾ ടൈം അവനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ആ, ഈ അറ്റത്ത് പോവും, അറ്റത്ത് പോവും, ഈ അറ്റത്ത് പോവും, അറ്റത്ത്. ഇത് തന്നെ ഇവൻ്റെ പണി. നമ്മൾ ഇപ്പുറത്ത് കിടന്ന് ഓടിക്കൊള്ളി. ഇത് കണ്ടോ? ചക്ക ഇടുവാ, ഇത് വന്നേടാ വിങ്കോനെ രക്ഷിക്കണ്ടെന്ന് തോന്നും. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ പല മിക്സ്ഡ് പോലെ എനിക്ക് തോന്നുന്നത് തലശ്ശേരി നാടൻ്റെ വേറെ പലതരത്തിലുള്ള വകഭേദങ്ങളാണോ? ഇപ്പം നാടനിൽ തന്നെ നമ്മൾ പറയില്ലേ, തനി നാടൻ എന്നൊക്കെ അങ്ങനെ സെപ്പറേറ്റ് പറയുമല്ലോ. അപ്പം അതുപോലെ തന്നെ തലശ്ശേരി നാടനിലുള്ള എന്തെങ്കിലും വ്യത്യസ്തമുള്ളതാണോ എന്ന് അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്തോളൂ. ജോൺ തവളേനെ പിടിക്കാനായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടോ. ഇവിടെ അടിക്കുമ്പോൾ എവിടെയെങ്കിലും തവള ചാടണ്ടോന്നാണ് ആൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അവിടെ തവളേൻ്റെ ഭയങ്കര ശത്രുവാണ്. അപ്പം ഇന്നത്തെ കോഴിക്ക് തീറ്റ കൊടുക്കലും പട്ടിക്ക് തീറ്റ കൊടുക്കലൊക്കെ കഴിഞ്ഞു. ഇച്ചിരി ചവറൊക്കെ അടിക്കാണ്ട് അതും കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോൾ അതേ പോവണ്ട. ഇനി വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്, ജാസ്മിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അതേ വീട്ടിൽ വന്ന് ചോറുണ്ണുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോറിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പപ്പടം വറുത്തതും മുട്ട പൊരിച്ചതും പരിപ്പ് കറി കൂടി ഉണ്ട് കേട്ടോ. പരിപ്പ് കറിയും നല്ല സൂപ്പർ മാങ്ങച്ചാറും ആണ് കേട്ടോ. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ വിഭവങ്ങൾ ഇതൊക്കെയാണ്. വീട്ടിൽ പോയിട്ട് നമ്മുടെ ബാക്കി വെട്ടാനുള്ള പേൾ ഗ്രാസ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ട്രിം ചെയ്ത് ഒന്ന് സെറ്റാക്കണം. അവിടുത്തെ ആ സൈഡിലാണെങ്കിൽ പുല്ലല്ല, ആ ഭാഗത്ത് ചെടികളൊക്കെ സ്പ്രിംഗ്ലർ ഓണാക്കിയിട്ട് 2 3 സൈഡിലത്തെ വെള്ളം ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഒന്നിനും അതിൻ്റെ ഇടയിൽ കൂടെ മഴ പെയ്യും. പിന്നെന്തായാലും എല്ലാ പുല്ലും വെട്ടി തീർക്കണം. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി പുല്ലുവെട്ടൽ ആരംഭിച്ചു. ഇവിടെ നിന്ന് തുടങ്ങി നമ്മൾ തുടങ്ങാം കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ ആ സൈഡല്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ സൈഡാണ് നമ്മൾ വെട്ടിയിട്ടുണ്ടായത്. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും ഇവിടെ കുറച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നു, അവിടെ ഒന്നുകൂടി വെട്ടി. അല്ലെങ്കിൽ ഒരേ ലെവലിൽ വരില്ല. ഇത്രയും താത്തിയാണ് ഇപ്പോൾ വെട്ടി പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെക്കനാൾ കൊള്ളാം, അടിപൊളിയായിട്ട് തന്നെ വെട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഫുള്ള് തീർക്കണം. ഇനി വേഗം വെട്ടി തീർക്കട്ടെ. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് വെട്ടിയപ്പോൾ ഇടയിൽ മഴ പെയ്തുമാണ് നിർത്തേണ്ടി വന്നത്. ഇന്നും മഴക്കാരൊക്കെ ഉണ്ട്. ഇടയിൽ വെച്ച് നിർത്തേണ്ടി വന്നാലും അതിന് മുമ്പ് വേഗം സ്പീഡാക്കട്ടെ.
അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രണ്ട് സൈഡ് ഫുൾ ലോൺ മൂവർ ഓടിച്ച് ഫുൾ കട്ടിങ് കഴിഞ്ഞു. എല്ലാവിടെയും കഴിഞ്ഞു. ഈ സൈഡ് ഫുൾ കംപ്ലീറ്റ് ആയി. ഇനി ബാക്ക് സൈഡിലേക്ക് പോകണം. ഇതിനെ കൊണ്ട് താഴത്തെ പറമ്പിൽ ഇട്ടിട്ട് വേണം മെഷീനൊക്കെ ആയിട്ട് ബാക്ക് സൈഡിലേക്ക് പോകാൻ. നമ്മുടെ കപ്പമരത്തുമ്മ കപ്പങ്ങേമ്മ ഒരാൾ തൂങ്ങി കിടക്കണുണ്ടോ? ഇവനാണ് ഈ അസുഖങ്ങളൊക്കെ വഹിച്ചുകൊണ്ട് വന്നെന്നാണ് പറയണേ. അപ്പം ഇനി ആ കപ്പങ്ങ പൊട്ടിക്കാൻ പറ്റില്ല. നമ്മളെ കണ്ടിട്ട് കിടക്കുന്നതാണോ കാണാണ്ട് കിടക്കണമെന്നൊന്നും അറിയില്ല. ഇങ്ങനെ നോക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പുല്ല് വെട്ടേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ല ജോണേ? അപ്പോൾ ഈ സൈഡ് പുല്ല് കട്ടിങ് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സ്പ്രിംഗ്ലർ ഓണാക്കി കൊടുത്തു. കാരണം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസമായി ഇത് ഓണാക്കിയിട്ട്. മഴ ചെറുതായിട്ട് ചാറിപ്പോണ്ടെങ്കിലും ആവശ്യത്തിന് നനയുണ്ടായാലും ഒന്നൊക്കെ വാടിയൊക്കെ നിൽക്കണം. പിന്നെ ഇവിടെ മൊത്തം മഴയൊന്ന് പെയ്യട്ടെ എല്ലാവിടെയും. അപ്പോൾ അങ്ങനെ നമ്മുടെ പുല്ലുവെട്ടൽ അതിഗംഭീരമായി തീർന്നിട്ടുണ്ട്. ഫുൾ ക്ലീൻ എല്ലാവരും കട്ട് ചെയ്ത് കഴിഞ്ഞു, അടിപൊളിയാക്കി. ഇനി സൈഡ് ബോർഡറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അതൊക്കെ വേറെ ദിവസം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത്തിരി ക്ലീനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ പലരോടും ഞാൻ ചോദിച്ചപ്പോൾ ഇത് വാട്ടർ പ്രൂഫാണെന്നാണ് പറഞ്ഞത്. എൻജിൻ്റെ ഉള്ളിലേക്ക് വെള്ളം പോവാത്ത രീതിയിലൊന്ന് നോക്കിയായെന്ന് പറഞ്ഞു, മോട്ടറിൻ്റെ ഉള്ളിലേക്ക്. എന്തായാലും ഞാനും അടിച്ച് കഴുകാണ്. നിറയെ ചെളിയാണ്. അപ്പോൾ പുല്ലുവെട്ടലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും വീട് നല്ല സൂപ്പർ പൈനാപ്പിൾ വന്നു കേട്ടോ. പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പഞ്ചസാരയൊക്കെ ഇട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. ഇവിടെ പാവയ്ക്കക്കറി ഉണ്ടാക്കാനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. പാവയ്ക്കറിയാണോ? ഒരു പാവയ്ക്കുപ്പേരി. പാവയ്ക്കുപ്പേരി. ഇത് ചിക്കൻ കുറച്ച് വെക്കേണ്ടായിരുന്നു. ഞാൻ ഫ്രീസറിൽ നിന്ന് പുറത്തിറക്കി അതിനെ ചെറുതായിട്ട് ചെറിയ ഗ്രേവി വിചാരിച്ചത്. അത് എനിക്ക് സൂക്ഷിച്ചുകൊണ്ടിരുന്ന ശരിയായിരിക്കും. അതിന് കുറച്ചെടുത്ത് ഞാൻ വേവിച്ചിട്ട് സ്റ്റീവനും ഗ്രേസിനും പാസ്തയിൽ ഇട്ട് കൊടുത്തു.
അപ്പം ഞാൻ അതിൻ്റെ ബാക്കിയുള്ളതിനെ നമ്മളിപ്പോൾ കറിയാക്കും. കറി എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല, ആകെ 4 പീസേ ഉള്ളൂ. അപ്പം 4 പീസ് ഉണ്ടല്ലോ. 4 പീസ് ഉള്ള ഒരു ഗ്രേവി വിത്ത് ചിക്കൻ. ഇത് കഴിഞ്ഞ ദിവസം മിഡു ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ടാവും കോഴിമുട്ട ഇട്ട് വയ്ക്കാനായിട്ടുള്ള ഒരു പാത്രം. എങ്ങനെയുണ്ട്? എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. മിഡുവിന് ഭയങ്കര ഇഷ്ടമായിട്ട് മേടിച്ചതാണ്. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഇത് മുകളിലുള്ള ഈ ഭാഗം എന്ന് പറയുന്നത് ഇത് സെറാമിക് ഉണ്ടോ, ഇത് നിലത്ത് വീഴ തട്ടയും പൊട്ടി ചെയ്ത് അപ്പം പൊട്ടിപ്പോവും. ഒട്ടും അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞു, ഒട്ടും ബലയില്ലാത്ത പോലെ ഇരിക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസോ അങ്ങനെ എന്തോ ഒരു സംഭവമാണിത്. രണ്ട് മുകളില് എന്തിട്ടായാലും ഉണ്ട്, അതിന്റെ മുകളില് ഇതേപോലെ പെയിന്റ് അടിച്ചൊക്കെ ചെയ്തേക്കണേ. ഇതിനൊന്നല്ല എനിക്ക് ഇത് കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഓക്കെ എല്ലാം സംഭവിച്ചു. പക്ഷെ ഇതിന്റെ വില എന്ന് പറയുന്നത് 1200 1300 രൂപയുടെ അടുത്ത് വിലയുണ്ട് ഇതിന്. അത് മാത്രം എനിക്ക് എന്തോ ഒരു സുഖമായി തോന്നുന്നില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അത്രയും രൂപയ്ക്കുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതാണ് പറഞ്ഞത്, വേറെ ഒന്നല്ല. എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. എനിക്ക് വലിയ ഇഷ്ടമായില്ല. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ നമ്മളെ വീഡിയോ കൂടെ കാണണം അതുപോലെയാണോ നേരിട്ട് കാണുമ്പോ? അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇപ്പൊ ഇവിടുത്തെ വിശേഷങ്ങള്. നമ്മുടെ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ അതേ കറിയൊക്കെ റെഡിയായി, പ്രാർത്ഥന കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു, എല്ലാവരും കിടക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ 1-2 മാസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഒരു റിയൽ ലൈഫിൽ വീണ്ടും വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇനിയും അങ്ങോട്ട് ഇനി എല്ലാ ദിവസങ്ങളിലും വീഡിയോ ഇടുന്ന് വിചാരിക്കുകയാണ്. ചിലപ്പോൾ തുടക്കത്തിൽ കുറച്ച് ഇതുകളൊക്കെ ഉണ്ടാവും. വീഡിയോ എടുക്കാൻ ശരിക്കും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഇത്രയും ദിവസം ഒരുമിച്ച് അപ്പുറത്ത് വൈറ്റ് വ്ളോഗ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ കുറേ ദിവസത്തിന് ശേഷമാണ് എടുക്കുന്നത്. അപ്പോൾ ചെറിയ പോരായ്മകളൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. എല്ലാം ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.